നമ്മുടെ ജലസ്രോതസ്സുകൾ എത്രത്തോളം സുരക്ഷിതമാണ്? അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം നമ്മുടെ ജലസ്രോതസ്സുകളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയാണ് ആലപ്പുഴ BRC പരിധിയിലെ 5 സ്കൂളുകളിൽ നിന്നുള്ള 30 കുട്ടി ഗവേഷകർ അവരുടെ പഠനയാത്ര ആരംഭിക്കുന്നത്. നമ്മുടെ ജലസ്രോതസ്സുകൾ നേരിടുന്ന ഭീഷണികൾ ശാസ്ത്രീയമായി വിശകലനം ചെയ്യാനും ശുദ്ധജലത്തിന്റെ അനിവാര്യതയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനുമാണ് ഈ കുട്ടി ഗവേഷകർ പരിശ്രമിക്കുന്നത്. കേരള വാട്ടർ അതോറിറ്റിയുടെയും വിദഗ്ധരുടെയും സഹകരണത്തോടെ വിവിധ ഇടങ്ങളിൽ നിന്നുമുള്ള ജലസാമ്പിളുകൾ ശേഖരിച്ച് ലാബുകളിൽ പരിശോധിച്ച് വസ്തുതകൾ സമൂഹത്തിന് മുന്നിൽ എത്തിക്കുകയാണിവർ. ഈ ഗവേഷണത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാനായി നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് ആൻമ ജോഷ്, റൈഫ റിയാസ്, വിഷ്ണുപ്രിയ വി. Good morning everyone. My name is Raifa Riaz and I am from St. Joseph GHSS Alappuzha. My name is Anma Josh Valondra. I am from St. Joseph GHS Alappuzha. My name is Vishnu Priyavi. I am from Government Girls HSS Alappuzha. We are studying in 8th standard and we are from Alappuzha BRC in Alappuzha district. സ്ട്രീം പ്രൊജക്ടിന്റെ ഭാഗമായി ജലമലിനീകരണവും അതിന്റെ ശാസ്ത്രീയ പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ ഞങ്ങൾ ഒരു പ്രൊജക്ട് ചെയ്യുകയുണ്ടായി. അതിലെ കണ്ടെത്തലുകൾ ഒരു നാടക രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനായാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അടുത്ത ബെല്ലോടുകൂടി ജലരാജ്യത്തെ ബാക്ടീരിയ ആക്രമണം എന്ന ഞങ്ങളുടെ നാടകം ഇതാ ആരംഭിക്കുകയായി. അല്ല, അങ്ങനെ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കഥാപാത്രങ്ങളെ ഒന്നും മനസ്സിലാവില്ലല്ലോ. അപ്പൊ ആദ്യം നമുക്ക് കഥാപാത്രങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ഇത് കവിത, ദുബായിൽ നിന്നിപ്പോൾ വന്നതേ ഉള്ളൂ. ഞാൻ സുനിത, ഈ നാട്ടിലൊക്കെ തന്നെ ഉള്ളതാ. ഇനിയാണ് എല്ലാവരുടെയും പ്രിയപ്പെട്ട നമ്മുടെ ട്രൂ AI കമ്പാനിയൻ സിറി. അപ്പോൾ കൂടുതൽ വൈകിക്കാതെ നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. കവിതേ, നീ എപ്പോഴാ ദുബായിൽ നിന്ന് വന്നത്? സുനിതേ, ഞാൻ വന്നിട്ട് 2 ദിവസമായി. ഞാൻ പണ്ടത്തെ കാര്യങ്ങളെല്ലാം ഈ പുഴയുടെ കരയിൽ നിന്ന് ഓർക്കുകയായിരുന്നു. മീൻ പിടിച്ചതും പുഴയെ നീന്തിക്കുളിച്ചതുമെല്ലാം. നിന്നെ കണ്ടത് നന്നായി. നീ എൻ്റെ കൂടി അനുവിന്റെ വീടിനടുത്തുള്ള കടവിൽ കുളിക്കാൻ വരുമോ? നല്ല കാര്യം. അവിടെ ഇറങ്ങി കുളിച്ചാൽ വല്ല മാറാരോഗവും പിടിക്കും. ആ പരിസരത്തുള്ള മിക്ക വീട്ടിലെയും ശുചിമുറി മാലിന്യം ആ തോട്ടിലേക്ക് ഒഴുകുന്നത്. അതെന്തൊരു ദ്രോഹമാണ് അവർ നാടിനോട് ചെയ്യുന്നത്. അവരെ ആർക്കും പറഞ്ഞു തിരുത്തുവാൻ സാധിക്കുകയില്ലേ? ഇതൊക്കെ കൃത്യമായി നിർവഹിക്കേണ്ട അധികാരികൾ പലപ്പോഴും മൗനം പാലിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത്. എങ്കിൽ നമുക്ക് അടുത്ത കടവിൽ പോയി കുളിച്ചാലോ? അത് അതിലും കഷ്ടമാ. അവിടെ നമ്മുടെ ചാക്കുണ്ണി ഒരു കമ്പനി തുടങ്ങിയിട്ട് ആ കമ്പനിയിലെ മുഴുവൻ മാലിന്യങ്ങളും ആ തോട്ടിലേക്ക് ഒഴുക്കി വിടുന്നത്. അതെന്താ? ഇവിടെ വെള്ളം ശുദ്ധീകരിച്ച് പുറത്തു വേണമെന്ന നിയമമൊന്നുമില്ലേ? ഇവിടെ വെള്ള ശുദ്ധീകരണ സംവിധാനത്തിൽ ചെലവഴിക്കാനായി ഒരു ഭാരിച്ച തുക തന്നെ ആവശ്യമാണ്. അത് കമ്പനി തുടങ്ങുന്നവർക്ക് താങ്ങാൻ സാധിക്കുന്നതല്ല. ഗവൺമെന്റിൽ നിന്നുള്ള സഹായമുണ്ടെങ്കിൽ മാത്രമേ വ്യവസായികൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. ദുബായിലാണെങ്കിൽ ഇങ്ങനെയുള്ള പൊതുമുതൽ മലിനമാകുന്ന ഒരു പ്രവൃത്തിയും ചെയ്യാൻ സാധിക്കുകയില്ല. അല്ല സുനിധി, ഇവിടെ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലേ? എല്ലാം പുഴകളിലാണല്ലോ. അല്ല, അതിന് നമ്മുടെ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിനുള്ള സംവിധാനമൊക്കെ ഹരിതകർമ്മസേന മുഖാന്തരം ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള ചില മനുഷ്യരുടെ ഉത്തരവാദിത്തമില്ലാത്ത പ്രവർത്തികൾ മൂലമാണ് ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും ഇങ്ങനെ പുഴകളിലും തോടുകളിലും മുങ്ങിക്കിടക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. നിന്റെ അഭിപ്രായത്തിൽ ഇതിനൊക്കെ എങ്ങനെ പരിഹാരം കാണാൻ സാധിക്കുമെന്നാ പറയുന്നത്? ശുചിമുറി മാലിന്യം പുറത്തേക്ക് ഒഴുക്കി വരുന്നത് തികച്ചും ഉത്തരവാദിത്തമില്ലാത്ത ഒരു പ്രവൃത്തിയാണ്. അത് നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ കൊണ്ട് തടയേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുന്നവർക്ക് തക്കതായ ശിക്ഷ കൊടുത്ത് മേളിൽ ആവർത്തിക്കാത്ത രീതിയിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കണം. നമുക്കിതിനെപ്പറ്റി നമ്മുടെ ട്രൂ AI കമ്പാനിയോട് ചോദിച്ചു നോക്കാം. ഹേ സിരി, ഞങ്ങളുടെ നാട്ടിലെ ജലസ്രോതസ്സുകളുടെ ശോചനീയാവസ്ഥയ്ക്കുള്ള കാരണങ്ങൾ ഒന്ന് വ്യക്തമാക്കി തരാമോ? തീർച്ചയായും കൃഷിയിടങ്ങൾ തീർച്ചയായും ഈ ചിത്രം ആരോഗ്യകരമായ പ്രകൃതിയുടെയും ശുദ്ധജലത്തിന്റെ സമൃദ്ധിയുടെയും പ്രതീകമാണ്. ഇത് നമ്മുടെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമാണ്. എന്നാൽ ഇത് നമ്മുടെ നാടിന്റെ നാശമാണ്. കാലാകാലങ്ങളായി ചെയ്യേണ്ട വൃത്തിയാക്കൽ പ്രവർത്തികൾ നടത്താത്തത് മൂലം പുഴകളിലും തോടുകളിലും മാലിന്യം കുമിഞ്ഞുകൂടുന്നു. പൊതുജലാശയങ്ങൾ കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലൂടെ ജലത്തിന്റെ ഒഴുക്ക് പല ഭാഗത്ത് തടസ്സപ്പെടുകയും ജലജന്യ രോഗങ്ങൾ പകർത്തുന്ന അണുക്കൾ പെരുകുകയും ചെയ്യുന്നു.
ഇനി എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണം ആവശ്യമുണ്ടോ? ആവശ്യമില്ല. താങ്ക് യു സിറി. ഓ, സംസാരിച്ച് വായിലെ വെള്ളം പറ്റി. നീ ഇത്തിരി വെള്ളം എടുക്ക് കുടിക്കാൻ. ഇന്നാ കവിതേ, ഇത് നമ്മുടെ കിണറ്റിലെ നല്ല തണുത്ത വെള്ളമാ. ഈ വെള്ളത്തിന്റെ കളർ എന്താ ഇങ്ങനെ? ഈ വെള്ളത്തിന് തീർച്ചയായും എന്തോ പ്രശ്നമുണ്ട്. ഈ വെള്ളമാണോ ഈ വീട്ടിൽ എല്ലാരും കുടിക്കുന്നത്? എടി കവിതേ, ഇത് നമ്മുടെ കിണറ്റിലെ വെള്ളമാ, നല്ല നാടൻ ഐറ്റം. നീ ഈ ദുബായ് മോഹം ഒന്ന് മാറ്റി വെച്ച് ആദ്യം ഒന്ന് കുടിച്ചു നോക്ക്. പറ്റില്ല, എനിക്ക് പേടിയാ. ഈ വെള്ളത്തിനുള്ളിൽ ഏതെങ്കിലും ബാക്ടീരിയകൾ ഉണ്ടെങ്കിലോ? എൻ്റെ കയ്യിൽ വെള്ളത്തിന്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യാനുള്ള 2 ഉപകരണങ്ങളുണ്ട്. ഞാൻ നിനക്കത് കാണിച്ചു തരാം. ഇതാണ് pH ടെസ്റ്റർ. ഇതിനകത്ത് നമുക്ക് വെള്ളത്തിന്റെ സ്വഭാവം ആസിഡിക് ആണോ അല്ലെങ്കിൽ ബേസിക് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ടെർബിഡിറ്റി സെൻസർ. ഇതിൽ എന്തെങ്കിലും വെള്ളത്തിന് എന്തെങ്കിലും മങ്ങലുണ്ടോയെന്നോ അല്ലെങ്കിൽ വെള്ളത്തിൽ ഏതെങ്കിലും പദാർത്ഥങ്ങളുണ്ടോയെന്നോ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതിന് 2 ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയണ്ടേ? ഇതിന് 2 മെയിൻ പാർട്സ് അല്ലേ ഉള്ളത്, റിസീവറും ട്രാൻസ്മിറ്ററും. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാ. ഇതിലൂടെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ ബാക്ടീരിയകളുടെ ഒരു വലിയ കുടുംബം തന്നെയുണ്ട്. ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോയി കിടക്കേണ്ടി വരും. ഇതെന്തൊരു ഭയാനകമായ സ്ഥിതിവിശേഷമാണല്ലേ. ഇതിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് നമുക്ക് സിറിയോട് തന്നെ ചോദിക്കാം. ഹേയ് സിറി, ഇതുമൂലം മനുഷ്യർക്കുണ്ടാവുന്ന ദൂഷ്യവശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ദൂഷ്യവശങ്ങൾ ഇതാ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ ജലം ഇന്ന് പല വിധത്തിൽ മലിനപ്പെട്ടിരിക്കുകയാണ്. ഈ ജലത്തിൽ നിന്നും പല വിധത്തിലുള്ള വ്യാധികൾ, കോളറ, മഞ്ഞപ്പിത്തം തുടങ്ങിയവ പിടിപെട്ട് ആയിരക്കണക്കിന് മനുഷ്യജനങ്ങളാണ് നമ്മുടെ ഭൂമിയിൽ ഓരോ വർഷവും മരണപ്പെടുന്നത്. ഇപ്പോൾ പുതിയതായി മനുഷ്യന്റെ മസ്തിഷ്കം തിന്നുന്ന അമീബിക് മസ്തിഷ്ക ജ്വരവും പകർന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഡാറ്റ പ്രകാരമുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ താല്പര്യമുണ്ടോ? ഇല്ല, താങ്ക് യു സിറി. സിറി പറഞ്ഞ കാര്യങ്ങൾ എത്ര ശരിയാണല്ലേ. നിങ്ങളുടെ അറിവിലില്ലേ നിങ്ങൾക്ക് അറിയുന്ന മനുഷ്യർക്ക് ഈ മലിനീകരണം മൂലം ദുർവിധികൾ സംഭവിച്ചതായി? നിങ്ങളിൽ എത്ര പേരുടെ വീട്ടിലാണ് ഫിൽറ്റർ ചെയ്ത വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്? ഒന്ന് കൈപൊക്കിക്കേ. ഓക്കെ, അത്യാവശ്യം എല്ലാവരുടെ വീട്ടിലും ഫിൽറ്റർ ചെയ്ത വെള്ളം തന്നെയാണല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുന്ന വെള്ളമില്ലേ, അതിനകത്ത് 1% പോലും ബാക്ടീരിയ ഇല്ലെന്ന് ആർക്കൊക്കെ ഉറപ്പിച്ച് പറയാൻ പറ്റും? അവരൊന്ന് കൈപൊക്കിക്കേ. മിക്കവർക്കും ഇല്ലല്ലേ. കാരണം എന്താ? നമുക്ക് അറിയാൻ പറ്റുന്ന, കണ്ണിന് കാണാൻ പറ്റുന്ന, ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, സ്മെൽ ചെയ്യാൻ പറ്റുന്ന ഗുണങ്ങൾ മാത്രമല്ല അതിനുള്ളത്. കെമിക്കലും ഫിസിക്കലും ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. പക്ഷെ ബയോളജിക്കലായിട്ട് അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? ഇത് വിചാരിച്ച് ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത 4 ടെസ്റ്റ് റിസൾട്ടിലും കോളിഫോം ബാക്ടീരിയയുടെ സാധ്യത ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. സാറൊന്ന് ചിരിക്കാവോ? നല്ല ചിരിയാട്ടോ. പക്ഷേ ചില പ്രദേശത്ത് നിന്ന് വരുന്ന ആൾക്കാർക്ക് ചിരിക്കാൻ തന്നെ മടിയാണ്. കാരണം ഫ്ലൂറൈഡ് കലർന്ന വെള്ളം ഉപയോഗിച്ച് അവരുടെ പല്ലിൽ മഞ്ഞനിറമായിരിക്കുകയാണ്. അല്ല സുനിതേ, നമ്മൾ രണ്ടുപേരും ചോദ്യം ചോദിച്ച്, ഇനി സിറിക്ക് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിലോ? സിറി, നിനക്ക് നമ്മുടെ ഓഡിയൻസിന്റെ അടുത്ത് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? തീർച്ചയായും. എൻ്റെ ചോദ്യം ഇതാ. തെളിഞ്ഞ വെള്ളമെല്ലാം ശുദ്ധമാണോ? ആണെങ്കിൽ എന്തുകൊണ്ടാണ്? തെളിഞ്ഞ വെള്ളമെല്ലാം ശുദ്ധമാണെന്ന് പറയുന്നവരൊന്ന് കൈപൊക്കിക്കേ. ആണോ സിറി? നീ തന്നെ ഉത്തരം ഒന്ന് പറഞ്ഞു കൊടുത്തേ. എന്നാൽ തെറ്റാണ് കേട്ടോ. തെളിഞ്ഞ വെള്ളമെല്ലാം ശുദ്ധമല്ല. വെളുത്തതെല്ലാം പാലല്ല എന്നതുപോലെ തന്നെ തെളിഞ്ഞതെല്ലാം ശുദ്ധമല്ല. അതിലും കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. സിറി, ഇതിന് പരിഹാരമായി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? തീർച്ചയായും പരിഹാരങ്ങൾ ഇതാ. നമ്മുടെ ജലാശയങ്ങൾ ശുദ്ധമായി സൂക്ഷിക്കുന്നതിലൂടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുവാൻ സാധിക്കും. വെള്ളം ശുദ്ധീകരിക്കാനായി സൂര്യപ്രകാശത്തിൽ പ്രവർത്തിക്കുന്ന ഫിൽട്ടറുകൾ ജലാശയങ്ങളിൽ സ്ഥാപിക്കാവുന്നതാണ്. ഇവയ്ക്ക് 1 മണിക്കൂറിൽ 10,000 ലിറ്റർ വെള്ളം വരെ ശുദ്ധീകരിക്കാൻ കഴിയണം. ഇത്തരം സംവിധാനങ്ങൾ വഴി നമ്മുടെ ജലത്തിലെ ഗുണമേന്മ നിലനിർത്താൻ സാധിക്കും. ഇനി എന്തെങ്കിലും അറിയണോ? വേണ്ട സിറി, താങ്ക് യു. മാലിന്യം കൈകാര്യം ചെയ്യുന്ന രീതിയോട് നമ്മളെല്ലാവരും നീതി പുലർത്തിയേ പറ്റൂ. മാലിന്യം പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയാതെ അത് പൂർണ്ണമായ രീതിയിൽ സംസ്കരിക്കണം. വീടുകളിലും ഫാക്ടറികളിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യങ്ങൾ ഒരിക്കലും ജലാശയങ്ങളിലേക്ക് വന്നു ചേരുന്നില്ല എന്ന് നാം ഉറപ്പുവരുത്തണം. ജലാശയങ്ങളുടെ സ്വാഭാവിക ഒഴുക്കിന് തടസ്സം വരുന്ന രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രവൃത്തികളും അനുവദിക്കരുത്. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ പൊളിച്ചു നീക്കപ്പെടേണ്ടതാണ്. കൃഷിയിടങ്ങളിലും മറ്റും രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം പരമാവധി ഒഴിവാക്കി ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും ഉപയോഗിക്കാൻ ശ്രമിക്കണം.
പൊതുയിടങ്ങളിലെ മാലിന്യനിർമ്മാർജ്ജനം നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. നമ്മൾ ഓരോരുത്തരും നമ്മളാകും മറ്റുള്ളവരെ ബോധവൽക്കരിക്കുകയും പൊതുജലാശയങ്ങളുടെ മലിനീകരണം തടയുകയും വേണം. നദികളാലും കൈത്തോടുകളാലും ചുറ്റപ്പെട്ട് കിടക്കുന്ന ആലപ്പുഴ പോലെയുള്ള ഒരു ജില്ലയിലെ വെറും 4 സാമ്പിളുകൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ കോളിഫോം ബാക്ടീരിയ കണ്ടെത്തിയെങ്കിൽ വിപുലമായ പരിശോധനകൾ നടത്തിയാൽ എന്തെല്ലാം ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഉണ്ടാവുക എന്നത് പേടിപ്പിക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. ഒരു കുട്ടി വിചാരിച്ചാൽ ഒരു സ്കൂളിലും ഒരു വീട്ടിലും എന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടുവരാനായി സാധിക്കും. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഇത്തരത്തിലുള്ള ഒരു ചുവട് വെക്കാൻ ഈ പ്രൊജക്റ്റിലൂടെ സാധിച്ചതിൽ ഞങ്ങൾക്ക് തികഞ്ഞ ചാരിതാർത്ഥ്യമുണ്ട്. ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ ജലസ്രോതസ്സുകളെ കാത്തു സൂക്ഷിക്കുക വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും ജലസ്രോതസ്സുകളെ മലിനമാക്കുന്നത് തടയാൻ ശ്രമിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യാം. ഇത്രയും നേരം ഞങ്ങളെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം അടുത്ത ബെല്ലോടുകൂടി ജലരാജ്യത്തെ ബാക്ടീരിയൻ ആക്രമണം എന്ന ഞങ്ങളുടെ ഈ നാടകം ഇതാ ഇവിടെ അവസാനിക്കുകയായി. താങ്ക് യു ടീം ആലപ്പുഴ. ചോദ്യോത്തരങ്ങൾക്ക് വേണ്ടി വേദി ഓപ്പൺ ആണ്. ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട്. നാളെ നമുക്ക് അവതരിപ്പിക്കുന്ന 9th സ്റ്റാൻഡേർഡിലുള്ള കുട്ടികൾ അവരിതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് വരണം. അവർക്ക് വേണ്ടിയിട്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള ഒരു ഗവേഷകർ അവരെ വ്യത്യസ്തമായ ഉപകരണങ്ങളും പരീക്ഷണ സംവിധാനങ്ങളൊക്കെ കാണിക്കാനുള്ളൊരു പ്രോഗ്രാമുണ്ട്. അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നാളെ 9th ഇവിടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന കുട്ടികളാണ്. അവരൊന്ന് പുറത്തേക്ക് വരണം. പിറവം, കൊല്ലങ്കോട്, മുല്ലശ്ശേരി, ചേർത്തല ഈ BRCകളിൽ നിന്നുള്ള നാളെ 9th പ്രോഗ്രാം അവതരിപ്പിക്കുന്ന കുട്ടികൾ. അവർക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയിലെ അത്യാധുനിക ഉപകരണങ്ങളും സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ കാണാനുള്ളൊരു അവസരമുണ്ട്. അവരെ പുറത്ത് യൂണിവേഴ്സിറ്റി ഗവേഷകർ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ പെട്ടെന്നൊന്ന് പുറത്തേക്ക് വരേണ്ടതാണ്. ഇതിപ്പോൾ നിങ്ങൾ വെള്ളത്തിൽ ഫ്ലൂറൈഡ് ആഡ് ചെയ്യുമ്പോൾ അത് പല്ലിന് കേടുണ്ടാക്കും എന്ന് പറഞ്ഞില്ലേ? അത് ശരിക്കും ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റിൽ പല്ലിൻ്റെ നാമലിൻ്റെ ശക്തിക്ക് വേണ്ടിയല്ലേ ആഡ് ചെയ്യാറ്? അപ്പം അതൊന്ന് ക്ലിയർ ആക്കാൻ പറ്റുമോ? ഫ്ലൂറൈഡ് പല്ലിലുണ്ടാകുന്നതിന് ഒരു നിശ്ചിത അളവുണ്ട്. അതിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വന്നാൽ പല്ലിൽ വെള്ള നിറം കൂടാനോ അല്ലെങ്കിൽ മഞ്ഞ നിറം കൂടാനോ ഉള്ള ചാൻസ് ഉണ്ട്. അതിന് ഫ്ലൂറൈഡ് മഞ്ഞ നിറം മാത്രമല്ല ഉണ്ടാക്കുന്നത്, നല്ല വെള്ള നിറം ഉണ്ടാക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ അളവിനനുസരിച്ചായിരിക്കും അത് നിറം മാറ്റം സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഫ്ലൂറോയിഡ് പല്ലിനുണ്ടാകണമെങ്കിൽ പരമാവധി 8 വർഷം ആ ആള് തുടർച്ചയായി വെള്ളം കുടിച്ചാലാണ് ഫ്ലൂറോയിഡ് പല്ലിൽ മഞ്ഞ നിറം വരുന്നത്. നിങ്ങൾ പറഞ്ഞല്ലോ ഈ ഇങ്ങനത്തെ ഫിൽട്ടർ ചെയ്ത വെള്ളത്തിൽ കുറച്ച് കീടാണുക്കളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ജനങ്ങൾ ഇതെല്ലാം വിശ്വസിച്ചത് കുടിക്കുമ്പോൾ നിങ്ങൾക്ക് അതിലെന്താ പറയാനുള്ളത്? വിശ്വസിച്ച് കുടിക്കുമ്പോൾ പറയാൻ പറ്റില്ലടാ. കാരണം നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കുന്ന വെള്ളമില്ലേ, അതിനകത്ത് നമ്മൾ ബാക്ടീരിയാസ് മാത്രമല്ല കളയുന്ന. ഫിൽറ്റർ ചെയ്ത് കിട്ടുന്ന വെള്ളത്തിൽ നമുക്ക് ബോഡിക്ക് ആവശ്യമായിട്ടുള്ള മിനറൽസ് നമ്മൾ കളയുന്നുണ്ട്. അതുപോലെ തന്നെ കോളിഫോം ബാക്ടീരിയ ഉണ്ടാകാനുള്ള കാരണം ഈ സീവേജ് ആയിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ജലസ്രോതസ്സുകളൊക്കെ ഇല്ലേ, അവിടെ നിന്നുള്ള ഇത് നമ്മളുടെ ടോയ്ലറ്റ്, വാഷ്റൂം അങ്ങനെയുള്ള സ്ഥലങ്ങളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ജലസ്രോതസ്സുകൾ, പിന്നെ ഈ പൈപ്പ് കുറേ നാളായിട്ട് ക്ലീൻ ചെയ്യാത്ത ജലസ്രോതസ്സുകൾ, നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്യാതെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ അതിനകത്ത് കോളിഫോം ബാക്ടീരിയ, ഈക്കോളൈ പോലെയുള്ള ബാക്ടീരിയാസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അത് നമുക്ക് വിശ്വസിച്ച് കുടിക്കാൻ പറ്റില്ലെന്നല്ല, എന്നാൽ ഒന്ന് ടെസ്റ്റ് ചെയ്താൽ അത് നന്നായിരിക്കും. വിശ്വസിച്ച് കുടിക്കാൻ പറ്റില്ല, അത് സത്യമാണ്. പക്ഷേ എന്തായാലും കുടിച്ചാലേ പറ്റൂ. അപ്പോൾ നിങ്ങൾ കുടിക്കുന്ന വെള്ളം ഒന്ന് വാട്ടർ അതോറിറ്റിയിൽ കൊടുപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. താങ്ക് യു. നിങ്ങളുടെ പ്രദേശത്ത് ഫ്ലൂറൈഡിന്റെ സാന്നിധ്യം പരിശോധിച്ചറിഞ്ഞിട്ടുണ്ടോ? ഞങ്ങളുടെ സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴയാണ്. ഏറ്റവും കൂടുതൽ ജലസ്രോതസ്സുകൾ ഉള്ള നാടാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കുട്ടനാട് ഭാഗം അങ്ങനെയുള്ള ജലവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഗങ്ങളിൽ അവിടെയുള്ള മിക്ക ഈ മത്സ്യത്തൊഴിലാളികൾ അവരുടെ എല്ലാവരുടെയും പല്ലിൽ മഞ്ഞ നിറം, ഞങ്ങൾ സർവേ എടുക്കാൻ പോയപ്പോൾ കണ്ടതാ, അവരുടെ എല്ലാവരുടെയും പല്ലിൽ മഞ്ഞ നിറം ഉണ്ട്. കാരണം എന്താ, അവർ കുറേ വർഷങ്ങളായിട്ട് ഈ ഫ്ലൂറൈഡ്
ഫ്ലൂറൈഡ് കലർന്ന വെള്ളം കുടിച്ചിട്ടാണ് അവരുടെ പല്ലിന് മഞ്ഞനിറം ഉണ്ടാകുന്നത്. അത് ഞങ്ങൾ കണ്ട് മനസ്സിലാക്കിയ അതുപോലെ തന്നെ ചേർത്തലയിലും ഞങ്ങൾ ഇത് അറിഞ്ഞിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് ചേർത്തലയിലുള്ള ആൾക്കാർക്കും ഇങ്ങനെ ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നു. അത് ഫ്ലൂറൈഡിന്റെ സാന്നിധ്യം കൊണ്ടാണോ? ഫ്ലൂറൈഡിന്റെ സാന്നിധ്യം കൊണ്ടാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബാക്ടീരിയാസിന്റെ സാന്നിധ്യം കൊണ്ടാവാം. പക്ഷെ മെയിൻലി വരുന്നത് ഫ്ലൂറൈഡിന്റെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ്. അത് പരിശോധിച്ചറിഞ്ഞു? പരിശോധിച്ചറിയാം. ഞങ്ങള് വെള്ളം ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. ഞങ്ങൾ എടുത്ത വെള്ളത്തിൽ അങ്ങനെ അധികമായിട്ട് ഫ്ലൂറൈഡിന്റെ അളവൊന്നും കണ്ടെത്തിയിട്ടില്ല. കാരണം ഞങ്ങൾ ടാപ്പ് വാട്ടർ, പൈപ്പ് ലൈൻ അങ്ങനെയുള്ള വെള്ളമാണ് ടെസ്റ്റ് ചെയ്തത്. അല്ലാണ്ട് ഈ ഫ്ലൂറൈഡ് കലരാൻ ചാൻസ് ഉള്ള വെള്ളങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഞങ്ങൾ ഫ്ലൂറൈഡ് ടെസ്റ്റ് ചെയ്തിരുന്നു. അത് കൃത്യമായിട്ടുള്ള ഒരളവിൽ തന്നെയാണ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത ആ ഒരു റിപ്പോർട്ടിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. ഈ ഫിൽറ്ററിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ ചെറിയ രീതിയിലുള്ള ബാക്ടീരിയ ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, അതിനെ മറികടക്കാനുള്ള വല്ല വഴി പറയാമോ? നമുക്ക് അതിന് പകരമായിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അതിന് പകരമായിട്ടുള്ള കുറേ ചാൻസസ് നമുക്ക് ഇവിടെയും ഉണ്ട്. കാരണം നമുക്ക് മൊത്തത്തിൽ ക്ലോറിനേഷൻ ചെയ്തെടുത്താലും അതിനകത്തുള്ള ബാക്ടീരിയാസ് നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഈ ബാക്ടീരിയാസിനെ നമുക്ക് കൊല്ലാൻ സാധിക്കില്ല. ഇപ്പോൾ കോളിഫോം ബാക്ടീരിയ നമ്മൾ എടുക്കുന്ന വെള്ളത്തിൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 20 മിനിറ്റ് നേരം അല്ലെങ്കിൽ ഒരു 1 മണിക്കൂർ നേരം അത് തുടർച്ചയെടുത്ത് തിളപ്പിച്ചാൽ അത് ആ കോളിഫോം ബാക്ടീരിയ അവിടെ മാറാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് 100% ഉറപ്പാക്കി പറയാൻ പറ്റില്ലല്ലോ. ജഡ്ജസ് പ്ലീസ്. ഹായ്, എനിക്കുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര സാമ്പിൾ എടുത്തിട്ടാണ് ഈക്കോളി ബാക്ടീരിയയുടെ ആ ഒരു കൺസോൾട്ടേഷനിലേക്ക് എത്തിയില്ലേ? ഞങ്ങൾ 4 സാമ്പിളുകളായിരുന്നു ടെസ്റ്റ് ചെയ്തിരുന്നത്. അതിൽ ഈക്കോളൈ അല്ല, കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യമാണ് ഞങ്ങൾ കണ്ടെത്തിയിരുന്നത്. 4ലും കണ്ടെത്തിയിരുന്നു കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം. അപ്പോൾ ഈ ഒരു 4 എണ്ണം കൊണ്ട് എന്ത് കൺസോൾട്ടേഷനാണ് ഉണ്ടാക്കിയത്? അതായത് നമുക്കിപ്പോൾ ഒരു 4 എണ്ണം എടുത്തുകൊണ്ട് മൊത്തം സ്ഥലത്തും ഇത് ഉണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. മൊത്തം സ്ഥലത്തുണ്ടെന്ന് ഞങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടില്ലല്ലോ. അതല്ല, ഞാനൊരു കൺസോൾട്ടേഷനെ പറ്റിയിട്ടാണ് ചോദിച്ചത്. ഉണ്ട്. കാരണം നമ്മൾ തുടർച്ചയായിട്ട് ക്ലീൻ ചെയ്യാണ്ട് വരുന്ന വെള്ളത്തിലൊക്കെ കോളിഫോം ബാക്ടീരിയ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ ഉറപ്പിച്ച് പറയുന്നില്ല, ചാൻസസ് ഉണ്ട്. അത് ഇപ്പം എൻ്റെ വീട്ടിലെ വെള്ളത്തിലാവാം, തൻ്റെ വീട്ടിലെ വെള്ളത്തിലാവാം, എവിടെ വേണേലും ആവാം. പക്ഷെ നമ്മൾ ഇതിനകത്ത് ഞങ്ങൾ പറയുന്നുണ്ട്, തുടർച്ചയായ ഇടവേളകളിൽ നമ്മൾ ക്ലീൻ ചെയ്ത് ടാങ്ക് ക്ലീൻ ചെയ്യുന്നു, പൈപ്പ് ലൈൻ ക്ലീൻ ചെയ്യുന്നു. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് മാക്സിമം ബാക്ടീരിയാസിനെ ഒഴിവാക്കി നിർത്താനായിട്ട് സാധിക്കും. ടാപ്പിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വെള്ളം കളക്ട് ചെയ്യുമ്പോൾ എന്തായാലും ഇതിനകത്ത് കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കാണും. കാരണം അപ്പം നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്തത് തന്നെ ഇച്ചിരി ടാപ്പിൽ വെള്ളം കളഞ്ഞിട്ടാണ്. അങ്ങനെ ചെയ്തിട്ടും കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ പല്ലിലത്തെ മഞ്ഞ നിറത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ അത് ഒബ്സർവേഷനിലൂടെ കണ്ടെത്തിയെന്നൊരു പോയിന്റ് പറഞ്ഞിരുന്നു നേരത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ. അപ്പോൾ അതിന് എന്തെങ്കിലും സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രൂഫ് ഉണ്ടോ? അത് നമുക്കൊരു ഒബ്സർവേഷൻ കൊണ്ട് മാത്രം ഇതാണ് കാരണം എന്ന് സ്ഥാപിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ കുറേ വീടുകളിൽ റിസർച്ച് നടത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു കൺസൾട്ടേഷൻ എന്നുള്ള രീതിയിൽ ഇതാണ് പല്ലിന് മഞ്ഞ നിറം വരാനുള്ള കാരണം എന്ന് പറഞ്ഞു. അതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള എന്ത് തെളിവാണ് കയ്യിലുള്ളത്? ഞങ്ങൾ പോയി ടെസ്റ്റ് ചെയ്തതല്ലാണ്ട് ഞങ്ങൾ ഇന്റർനെറ്റിൽ നിന്ന് കുറച്ച് ഡേറ്റാസ് എടുത്തിരുന്നു. ഈ ജലസ്രോതസ്സുകളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മെയിൻലി എല്ലാ നാട്ടിലും ഫ്ലൂറോയിഡിന്റെ അളവ് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത വെള്ളത്തിലും ഫ്ലൂറോയിഡ് ഉണ്ട്. അത് വലിയ അളവിലില്ലാത്തതുകൊണ്ടാണ് അത് അങ്ങനെ അങ്ങോട്ട് മെൻഷൻ ചെയ്യാണ്ട് പോയത്. വലിയ അളവിലില്ല, എന്നാലും ഉണ്ട്. ഞങ്ങൾ പോയ ഭാഗത്ത് വെള്ളത്തിന് നേരത്തെയുള്ള ടെസ്റ്റ് റിസൾട്ട് നമുക്ക് ഇന്റർനെറ്റിൽ നിന്ന് കിട്ടുമല്ലോ, അത് ഞങ്ങൾ സെർച്ച് ചെയ്തിരുന്നു. അതിനകത്ത് ഇതിൻ്റെ കാരണം ഫ്ലൂറോയിഡ് ആണെന്നാണ് ഞങ്ങൾ കണ്ടെത്തിയത്. താങ്ക് യു. ഓക്കെ. ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് നിങ്ങളെ വെള്ളത്തിൽ ഫ്ലൂറൈഡ് ഉള്ളതെന്ന് നിങ്ങൾ കണ്ടെത്തിയത്? എന്താണ് കേട്ടില്ല? ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് നിങ്ങളുടെ വെള്ളത്തിൽ ഫ്ലൂറൈഡ് ഉണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തിയത്? മാർഗങ്ങൾ ഒന്ന്, ഇന്റർനെറ്റ് സോഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പൈപ്പ് ലൈൻ, ബോർവെൽ, കിണർ, റെയിൻ വാട്ടർ, അങ്ങനെ 4 ടെസ്റ്റുകളായിരുന്നു ഞങ്ങൾ നടത്തിയിരുന്നത്. അതിനകത്ത് എല്ലാത്തിനകത്ത് ഫ്ലൂറൈഡിൻ്റെ അളവുണ്ട്. അങ്ങനെയാണ് ഞങ്ങളത് ഫ്ലൂറൈഡ് ഉണ്ടെന്ന് കണ്ടെത്തിയത്. ഹലോ, ഈ നാടകത്തിൽ 2 മനുഷ്യരും ഒരു യന്ത്രമായിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ ഈ സിറി സംസാരിക്കുമ്പോൾ ഇടയ്ക്കൊരു ഇൻട്രപ്ഷൻ ഉണ്ടായി. അത് വൈഫൈ കണക്ഷൻ കിട്ടാത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നമായിട്ടാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ സിറി തരുന്ന ഉത്തരങ്ങളെല്ലാം കറക്റ്റാണ്, അല്ലെങ്കിൽ നിങ്ങൾ കുറേ ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടി എന്ന് പറയുന്ന ഉത്തരങ്ങളെല്ലാം ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇന്റർനെറ്റിൽ നിന്ന് മാത്രമല്ല, ഇന്റർനെറ്റിൽ നിന്ന് ആകെ ഞങ്ങൾ കളക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഫ്ലൂറോയിഡിൻ്റെ കാര്യം, അതുപോലെ തന്നെ ടൈഫോയിഡ് കേസസ്, ഡയറിയ കേസസ് ആ ഡാറ്റ ചാർട്ടിലുണ്ട്.
അതിൻ്റെ കേസ് മാത്രമേ ഞങ്ങൾ ഇൻ്റർനെറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. അല്ലാണ്ട് ഞങ്ങൾക്ക് സർവേ നടത്തി, അതുപോലെ തന്നെ ക്ലാസ്സസ് നടത്തിയിരുന്നു, അതുപോലെ തന്നെ വാട്ടർ ടെസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ റിസൾട്ട് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഡ്രാമ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം തന്നെ പല പല ഇന്റർനെറ്റ് സോഴ്സസിൽ നിന്ന് നമുക്ക് കിട്ടുമ്പം അത് നമ്മൾ സത്യമാണ് എന്തായാലും വിശ്വസിച്ച് പോകുമല്ലോ. നമ്മൾ എവിടെയൊക്കെ തിരക്കിയാലും ഈ സെയിം സാധനം ഈ സെയിം വിവരം തന്നെ കിട്ടുന്നെങ്കിൽ അത് സത്യമാണെന്ന് എന്തായാലും വിശ്വസിക്കുമല്ലോ. ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തി. നമ്മൾ കേരളത്തിൽ നോക്കിയാൽ ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 800-ൽ കൂടുതൽ ആളുകൾ താമസിക്കുന്നു. ജനസാന്ദ്രത വളരെ കൂടിയൊരു സംസ്ഥാനമാണ്. പറഞ്ഞതുപോലെ മഴവെള്ളത്തിലും പൈപ്പ് വെള്ളത്തിലും കിണർ വെള്ളത്തിലും ഫിൽറ്റർ നീട്ടുന്ന വെള്ളത്തിലും എല്ലാം പ്രശ്നമുണ്ട്. അപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം? ടെസ്റ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഉണ്ട് എന്നുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾ പറയുന്ന എല്ലാ വെള്ളത്തിലും പ്രശ്നമാണെന്ന്. പക്ഷേ ഇത്രയും ആളുകൾക്ക് ഇത്രയും ചുരുങ്ങിയ സ്ഥലത്തിൽ ജലം ഉപയോഗിച്ച് ഇവിടെ ജീവിക്കണം. അപ്പോൾ അതിന് എന്താണ് നിങ്ങൾ ഒരു ചോദ്യം കൂടെയുണ്ട്. പിന്നെ ഈ വയലുകളിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ കൃഷിയിൽ രാസവളം ഉപയോഗിക്കുന്നത് കുറച്ചിട്ട് ജൈവവളവും ജൈവ കീടനാശിനി ഉപയോഗിക്കണമെന്ന് പറഞ്ഞല്ലേ? അതിൻ്റെ ഒരു സയൻസ് എന്താണ് ബേസ്? ഈ രാസവളത്തിലും രാസകീടനാശിനിയിലും ഇല്ലാത്ത അല്ലെങ്കിൽ ഈ ജൈവ കീടനാശിനിയിലെ കണ്ടൻറ്റ് എന്താ? അത് എന്തെങ്കിലും ഗുണകരമായിട്ടുള്ള വേറെ എന്തെങ്കിലും കണ്ടൻ്റ് ആണോ? അപ്പോൾ അതെങ്ങനെയാണ് ഇതിന് പരിഹാരം ആകുന്നതെന്നാണ് നിങ്ങൾ കണ്ടെത്തിയത്? ഈ രണ്ട് കാര്യം ഒന്ന് പറയാമോ? നമ്മൾ രാസവളങ്ങൾ ഉപയോഗിക്കരുത് അല്ലെങ്കിൽ രാസ കീടനാശിനികൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ അതിൽ കെമിക്കൽസ്, നമ്മുടെ ബോഡീനെ അഫക്റ്റ് ചെയ്യുന്ന കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. ആ കെമിക്കൽസ് സോയിലിലേക്ക് പോകുമ്പോൾ മഴ പെയ്യുമ്പോൾ ഈ ജൈവ കീടനാശിനിയിൽ അടങ്ങിയ കെമിക്കൽ എന്താ? അത് ഗുണകരമായ കെമിക്കലാണോ? ഗുണകരമല്ല, പക്ഷെ കെമിക്കലിനെ കാട്ടിലും നല്ലതാണ്. കമ്പാരിറ്റീവ്ലി അതെങ്ങനെ മനസ്സിലാക്കി? അതെങ്ങനെ ഈ രാസവളത്തിലെ കെമിക്കൽ ദോഷമാണെന്നും ജൈവവളത്തിലെ കെമിക്കൽ അത്ര ദോഷമല്ല നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തിയത്? അതിനെന്ത് മാർഗ്ഗം ഉപയോഗിച്ചത്? കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൽ ചെടികൾ നല്ലപോലെ വളരാൻ വേണ്ടിയിട്ട് കെമിക്കൽസ് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളത് എങ്ങനെ കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും മാർഗ്ഗം ഉപയോഗിച്ചോ എന്നാണ് ചോദ്യം. ഫെർട്ടിലൈസേഴ്സ് കാര്യങ്ങളൊന്നും ഞങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടില്ല. ജലസംബന്ധമായതുകൊണ്ട് ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് നമ്മൾ അത് ജലത്തിനെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുക. അല്ലാണ്ട് ഞങ്ങൾ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് അങ്ങനെ നോക്കിയിട്ടില്ല. പരിഹാരം എന്തെങ്കിലും? പരിഹാരത്തിന് സമയപരിമിതി മൂലം അടുത്ത ജഡ്ജസിലേക്ക് കൈമാറുകയാണ്. ഇത് ഞങ്ങൾ റെഡിയാക്കിയ ഒരു പ്ലാൻ ആണ്. അതായത് നമ്മൾ ലോക്കൽ സെൽഫ് ഗവൺമെന്റിൽ നിന്ന് വെള്ളം അതായത് ഇപ്പം മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള വെള്ളം അങ്ങനെ എടുക്കുന്നവരുണ്ട്. നമുക്ക് ഇതിനൊരു മോഡൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഈ പ്ലാന് LSGs ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സിന് കൊടുത്തിട്ട് അത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാൻ നമ്മുടെ കയ്യിലുണ്ട്. അതായത് ഇത് ജലാശയങ്ങളിലൊക്കെ വെക്കുകയാണെങ്കിൽ ഓരോ മണിക്കൂറിൽ 10,000-കണക്കിന് ലിറ്റേഴ്സ് ഫിൽറ്ററൈസ് ചെയ്ത് അവർ എടുക്കും. അങ്ങനെ നമ്മൾ ചെയ്താൽ ഇതിനകത്ത് നമ്മുടെ വെള്ളത്തിൻ്റെ ഗുണമേന്മ കൂട്ടാൻ സാധിച്ചാൽ അത് ലക്ഷക്കണക്കിന് ആളുകളെ അത് സഹായിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രിസിറ്റി അനാവശ്യമായിട്ട് പാഴാക്കുന്നില്ല. നമ്മൾ സോളാർ വെച്ച് ഇതിനുള്ള മുഴുവൻ എനർജി നമ്മൾ സോളാറിലൂടെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വെള്ളം കളക്ട് ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന പ്ലാസ്റ്റിക്സ് അതുപോലെ TDS ടോട്ടൽ ഡിസോൾവ്ഡ് സോൾവൻസ് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വേറെ ഭാഗങ്ങളിലേക്ക് പോയി നമ്മൾ 3 ഫിൽറ്ററേഷൻ മെത്തേഡിലൂടെ കടത്തി വിട്ടിട്ടാണ് അത് പ്യുവർ വാട്ടർ ആക്കി വരുന്നത്. ഒന്ന് സോയിൽ, പിന്നെ കാർബൺ, പിന്നെ മെംബ്രെയിൻ. ഇത് മൂന്നിലൂടെയും കടത്തി വിട്ട് വരുമ്പോൾ ഈ ബാക്കിയുള്ള നമുക്ക് വേണ്ടാത്ത മെറ്റീരിയൽസ് സബ്സ്റ്റൻസസ് എല്ലാം തന്നെ സ്റ്റോർ ചെയ്യും. ഓരോ പ്യുവർ വാട്ടർ മാത്രം നമുക്ക് ഒരു ക്ലീൻ ചെയ്യാം. ജഡ്ജസ് പ്ലീസ് നോട്ട്. സദസ്സിൽ നിന്ന് നല്ല ചോദ്യങ്ങൾ ധാരാളം വന്നതുകൊണ്ട് ഞങ്ങൾ പ്രത്യേക ചോദ്യങ്ങളും ചോദിക്കുന്നില്ല. നന്നായിരുന്നു. ഓക്കെ, ഇനി അടുത്ത ടീമിന് വഴിമാറുക. താങ്ക് യു സർ. താങ്ക് യു ടീം ആലപ്പുഴ.